BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന കോൺഗ്രസിന്റെ വീട് പണി യഥാർത്ഥത്തിൽ എവിടെയും തുടങ്ങിയിട്ടുമില്ല. 3 ഏക്കർ സ്ഥലം 3.5 ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത്. അത് റോഡും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എത്ര വീട് ഉണ്ടാക്കാൻ പറ്റുക? 100 വീട് ഉണ്ടാക്കണമല്ലോ. എത്രയാ പണം കിട്ടിയിട്ടുള്ളത് എന്നതിനെ പറ്റി പറയുന്നുമില്ല. അതാണ് ഒന്നാമത്തെ കളവ്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസിന്റെ 100 വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിന്റെ 100, കോൺഗ്രസിന്റെ 100, യൂത്ത് കോൺഗ്രസിന്റെ 30, അങ്ങനെ 230 വീടാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ അവർ പറയുന്നത് 100 വീടാക്കി ചുരുങ്ങിയെന്നാണ്. അതെങ്ങനെ 100 വീടായി ചുരുങ്ങിയ? 230 വീട് വേണമല്ലോ. രാഹുൽ ഗാന്ധിന്റെ 100 വേണം, കോൺഗ്രസിന്റെ 100, അതും കോൺഗ്രസിന്റെ തന്നെ 100 കോൺഗ്രസിന്റെ വേണം, 30 യൂത്ത് കോൺഗ്രസിന്റെയും വേണം. അതിപ്പോൾ 100 ചുരുക്കി എന്ന് ഇപ്പോൾ പറയുകയാണ്. അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു പുതിയ കളവാണ്. മൂന്നാമത്തത്, ലീഗിന്റെ വീടുകൾ പൂർത്തിയാകുകയാണ്. ഉടൻ തന്നെ കോൺഗ്രസിന്റെ വീടുകളും പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ വീട് എങ്ങനെയാണ് പൂർത്തിയാക്കുക? കോൺഗ്രസിന് തറക്കല്ലിട്ടില്ല, പിന്നെ വീട് പൂർത്തിയാക്കുന്ന പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി ഒരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ്. നോക്കിയേ, ഇത്രയും കാലമായിട്ട് 1.5 കൊല്ലമായി എന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളവുകളാണ് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകൾ ഉടൻ പൂർത്തിയാവുക എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതൊന്നും സത്യമല്ല, കളവാണ് എന്നുള്ളത് സത്യമാണ്. ഈ നാലാമത്തത്, കർണാടക സർക്കാർ 100 വീട് പൈസ തന്നല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ കർണാടക ഗവൺമെന്റ് തരുന്നത് കോൺഗ്രസിന്റെ വീടാകുക? ഇപ്പോൾ കേരള ഗവൺമെന്റ് കൊടുക്കുന്നത് CPM-ന്റെ വീടാണോ? ഇവിടെ ദുരന്തമുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കും തന്നിട്ടുണ്ട്, നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലാണോ ഉൾപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ തെറ്റായ പ്രചാരവേല നടത്തുകയാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒഡീഷയ്ക്ക് 10 കോടി കൊടുത്തു, ഹിമാചലിന് 7 കോടി കൊടുത്തു, കേരളം തന്നെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് കൊടുങ്കാറ്റുണ്ടായപ്പോൾ 18 കോടിയിലേറെ നമ്മൾ സമാഹരിച്ച് നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആന്ധ്ര സർക്കാർ 10 കോടി നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് 5 കോടി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ കണക്കിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് തന്ന അവർ പറഞ്ഞ സംഖ്യ അനുസരിച്ച് അത് അവർ മുഴുവൻ തന്നു കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോൾ കണക്കിന്റെ ഭാഗമായിട്ട് അറിയാം. അവർ തരുമെന്ന് പറഞ്ഞത് 20 കോടിയാണ്, 10 കോടിയാണ് കിട്ടിയത്. അല്ല, 10 കോടി കിട്ടിയത് കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ 10 കോടി കോൺഗ്രസിന്റെ 10 കോടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അത് കർണാടക ഗവൺമെന്റിന്റെ 10 കോടിയാണ്. കേരളവും മറ്റ് സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ അക്കൗണ്ടിൽ പറയുന്നത് ശരിയല്ല, അത് കളവാണ്. പിന്നെ 5-മത്തത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയവരാണ് ഞങ്ങളെല്ലാം എന്ന് അവർ പറയുന്നുണ്ടായി. ആരോടായി പറയുന്നത്? MLA-മാര്, അതുപോലെ തന്നെ MP-മാര്, സർവീസിലുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോടെല്ലാം പറഞ്ഞിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല. ആകെ നമ്മൾ MLA-മാർ കൊടുത്തു എന്ന് പറയാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല, കൽപ്പറ്റ MLA കൊടുത്തു. എല്ലാ കോൺഗ്രസ് MLA-മാരും MP-മാരും കൊടുത്തോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. 2-3 ആൾ കൊടുത്തു, എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യം പറയുകയാണ്. അന്നത്തെ വയനാട് MP ചില്ലി കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല ശമ്പളം നൽകിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരനാണ്. ഞങ്ങൾ നേരിട്ട് പിരിച്ചെടുക്കും, പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് അന്ന് KPCC പ്രസിഡന്റ് ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ട് ജീവനക്കാരോടും അതുപോലെ തന്നെ അധ്യാപകരോടും ഒപ്പം MLA-മാരും MP-മാരും എല്ലാം ഇതിനു വേണ്ടി വരുന്ന ഒരു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇവിടെയുള്ള MP ഉൾപ്പെടെ കൊടുത്തിട്ടില്ല. 3 ആളാണ് ആകെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊന്നും കൊടുത്തത് തെറ്റായി പോയി എന്നാണ് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സ്ഥിതി. 1 വർഷമായപ്പോൾ കോൺഗ്രസിന്റെ പണം പിരിക്കുന്ന ഈ ആപ്പ് പ്രവർത്തനരഹിതമായി. അവരൊരു ആപ്പ് വെച്ചിട്ടാണ് ഇത് പിരിച്ചത്. അതിപ്പോൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു എന്ന് പറയുന്നത് കളവ്. 6, സർക്കാർ പിരിച്ച പണം എവിടെ?
എങ്ങനെ ചെലവഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. KPCCയുടെ കാണാതെ പോയ ആപ്പ് പോലെയല്ല സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓരോ രൂപയും ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ ഇനത്തിനും ചെലവായ പണം പൊതുജനങ്ങൾക്ക് കാണാനാവും. സുതാര്യമാണ്. ഇത് സാധാരണ വ്യത്യസ്തമായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള പണം കൊടുക്കുന്നുണ്ട്. അവർ വാടകക്കാണ് താമസിക്കുന്നത്, വാടകക്കുള്ള പണം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ചതിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് പോലും നമുക്ക് കാര്യമായ ഒരു ഫണ്ടും തന്നിട്ടില്ല. അപ്പോൾ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കളവ് കൂടി അതിന്റെ ഭാഗമായിട്ട് പറയുക. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കളവ്, ഞങ്ങൾ വൈകിയില്ലല്ലോ എന്ന്. എങ്ങനെയാണ് ഈ 1.5 വർഷത്തിന് ശേഷം വൈകിയില്ലല്ലോ എന്നവർ പറയുന്നത്? പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ആ പാർട്ടി എത്ര തവണയാണ് ഉരുണ്ട് കളിച്ചത് എന്നതിന്റെ ഒരു സാമ്പിളാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ 29 നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചത്? എന്തേ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ പൂർണ്ണമായി ഭൂമി പോലും കൈവിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ കഴിഞ്ഞ ഡിസംബർ 29 ഞങ്ങൾ കോൺഗ്രസിന്റെ ജന്മദിനത്തിൽ കല്ലിടും എന്ന് പറഞ്ഞിരുന്നു. കല്ലിട്ടിട്ടില്ല. അപ്പോൾ അത് വേറൊരു കളവായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇനി കോൺഗ്രസിന്റെ വീട് എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം. DYFI 25 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ വിവിധ രീതിയിൽ പണം സ്വരൂപിച്ച് കല്ല് ചുവന്നും മീൻ വിറ്റും കിണർ വൃത്തിയാക്കിയും ഒക്കെ ശേഖരിച്ചിട്ടുള്ള പണമാണ് 20 കോടി രൂപ അവർ കൊടുത്തത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് 1 കോടി രൂപ KPCC കൈമാറി 1 കോടി രൂപക്ക് 30 വീട് എങ്ങനെയാണ് KPCC എടുക്കാൻ പോകുന്നത്? ഒരു വീടിന് 3 ലക്ഷം രൂപ കൊടുത്താൽ വീടുണ്ടാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയ അവിടുത്തെയുള്ള വീട് എന്ന് പറയുന്നത് വലിയ സൈസ് 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇനി അതിന്റെ മേലെ 2ാം നില എടുക്കാനും കൂടി കഴിയുന്ന രീതിയിലുള്ള അതിമനോഹരമായ വീടാണ് ഇപ്പോൾ അവിടുത്തെ. അപ്പൊ ഇവര് പറയുന്ന ഈ 1 കോടി രൂപ കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരി വിറ്റ ഒരു 30 വീട് എന്ന് പറഞ്ഞാൽ എന്ത് വീടായിരിക്കും? ഇനി 9ാമത്തെ കളവ്, സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പരിഹാരം കഴിക്കുന്ന ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് 9ാമത്തെ കളവ് അതാ പറഞ്ഞു. ഇങ്ങനെ നിരവധിയായ കളവുകൾ ഓരോ ദിവസവും രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും വിശദാംശങ്ങളുണ്ട്. വീട് വേണ്ട എന്ന് പറഞ്ഞ 104 പേരുണ്ട്. അവരാണ് ഈ കോൺഗ്രസ്സുകാരും വീട് കൊടുക്കും, ലീഗുകാരൊക്കെ വീട് കൊടുക്കുന്നു പറയുന്നത്. 104 പേരിലാണ് കേൾക്കാണ്. അവര് 15 ലക്ഷം വീതം വാങ്ങി ആദ്യം തന്നെ പോയി. പക്ഷെ ഇപ്പൊ ആ 15 ലക്ഷം വാങ്ങിയവർ ഇപ്പൊ ഞങ്ങൾക്ക് അവരൊന്നും വീടില്ല, ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാം എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വീടും ഈ സൗകര്യമെല്ലാം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും പ്രയാസമായിട്ടുണ്ട്. അങ്ങനെ 104 ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 15 ലക്ഷം രൂപ വീതം കൊടുക്കും. ദിവസം 300 രൂപ വീതം കുടുംബത്തിൽ 2 പേർക്ക് നൽകുന്നു. മാസം 9000 രൂപ ഇന്ന് ദുരിതബാധിതർക്ക് ലഭിക്കുന്നുണ്ട്. 686 കുടുംബങ്ങളിലെ 1185 പേർക്ക് ഇപ്പോഴും ഈ സഹായം നൽകുന്നുണ്ട്. എന്താണ് ഗവൺമെന്റ് ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്, നൽകുന്നുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാവും വരെ വീട്ടുവാടക 6000 രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയിട്ടുണ്ട്. മറ്റു കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവർ ആ കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല ഉരുണ്ട് കഴിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ 565 പേരുടെ 18.75 കോടി രൂപയുടെ കടം എഴുതിത്തള്ളി. ആദ്യം കേരള ബാങ്കിന് എഴുതിത്തള്ളി, ഇപ്പോഴെല്ലാ ബാങ്കിന്റെയും പണം എഴുതിത്തള്ളുന്നതിന് വേണ്ടി പണം ഗവൺമെന്റ് തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. 18.75 കോടി രൂപയുടെ കടമാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവിന്റെ എണ്ണം കൃത്യമായിട്ട് എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടിയിട്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ വന്ന 9 കളവ് ഞാൻ ഇവിടെ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.